എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അധികം കയ്പില്ലാതെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കയ്പയ്ക്ക വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. കയ്പയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള കയ്പയ്ക്ക ഇതുപോലെ വട്ടത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കയ്പയ്ക്കയിലെ കയ്പൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് ഏകദേശം 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഉപ്പിൽ വെള്ളമൊക്കെ ഈ പാത്രത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി കയ്പയ്ക്ക ഒന്ന് പിഴിഞ്ഞതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം കയ്പയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും ഗോൾഡൻ കളർ വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കൊണ്ടാട്ടത്തിന് ചെയ്യുന്ന അത്രയും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ വന്ന് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്, മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ കയ്പയ്ക്കയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 4 മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള സബോള ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഒരു സെക്കൻഡ് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞു പോരുത്. അങ്ങനെ 2-3 തവണയായിട്ട് ചെറിയ ജാറിൽ ഞാൻ സബോളയൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കയ്പയ്ക്ക വറുത്തെടുത്തിട്ടുള്ള അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സബോള അതിലേക്ക് ചേർക്കാം. ഇനി സബോളയൊക്കെ നല്ലൊരു ഗോൾഡൻ നിറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സബോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒരു ഗോൾഡൻ നിറത്തിലായിട്ട് വരണം. ഇപ്പം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കയ്പയ്ക്കയിലും കൂടുതൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിപ്പോയതിന് ശേഷം നമ്മളിതിലേക്ക് 3 മീഡിയം സൈസിലുള്ള തക്കാളി അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെള്ളമൊക്കെ വറ്റി ഇതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പുളി ഇതിലേക്ക് ചേർക്കാം. ഇനി ഈ പുളി പോരാന്ന് തോന്നുകയാണെങ്കിൽ അവസാനം നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ കറിയിൽ പുളി കുറച്ച് മുൻപന്തിയിൽ തന്നെ നിൽക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കയ്പയ്ക്ക ചേർത്ത് കൊടുക്കാം. കയ്പയ്ക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം നമ്മളുടെ പാകത്തിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഞാനത് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. 1 കപ്പും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ മതി. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. കയ്പയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇത്രയേ ഉള്ളൂ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ ഗ്രേവിയൊക്കെ കുറച്ചുകൂടി ഒരു തിക്കായിട്ട് കിട്ടും. ഊണിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്